ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 4ലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. അപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് നമ്മൾ മൊഡ്യൂൾ 3ൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ലോജിക് ഫങ്ഷൻസ് സിമോസ് ലോജിക് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡിഫറെൻറ്റ് ലോജിക് ഫങ്ഷൻസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സിമോസ് സ്ട്രക്ചർ. അതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കണ്ടത്. ഈ മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. വിൽ ബി സ്റ്റഡിങ് ഹൗ ഡിഫറെൻറ്റ് ലോജിക്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻമോസുകൾ അല്ലെങ്കിൽ പിമോസുകൾ, സ്വിച്ച് പിമോസ് അല്ലെങ്കിൽ എൻമോസിന് സ്വിച്ചായി ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻമോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് സപ്പോസ് ഇത് എ ആണ്, ഇവിടെയുള്ള ഈ സൈഡിലുള്ള ഇൻപുട്ട് എ ആണ് ആൻഡ് ഗേറ്റിലേക്കുള്ള ഇൻപുട്ട് ബി ആണെന്ന് വിചാരിച്ചോ. ആൻഡ് ഹിയർ ഇവിടെ വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണെന്ന് വിചാരിച്ചോ. സോ വൈ ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് പറയാം നമുക്ക്, പ്രൊവൈഡഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എന്താണ്? ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ മോസ്ഫെറ്റ് എന്തായിരിക്കും? ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ മോസ്ഫെറ്റ് ഓൺ ആയിരിക്കും. അപ്പോഴെന്ത് സംഭവിക്കും? മോസ്ഫെറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ സിഗ്നലുള്ള വോൾട്ടേജ് ഉള്ളത് അത് ഇപ്പുറത്തേക്ക് പാസ് ചെയ്യും. സോ വൈ ഈക്വൽ ടു എ കിട്ടും. സോ വൈ ഈക്വൽ ടു എ ഡോട്ട് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈക്വൽ ടു 1. ബി ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമാണ്, ബി ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? വൈ ഈക്വൽ ടു എ കിട്ടും. ഓക്കെ, സോ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ മോസ്ഫെറ്റ് ഓൺ ആയിരിക്കും. അപ്പോഴെന്ത് സംഭവിക്കും? വൈ ഈക്വൽ ടു എ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ ഫൈൻ, ദിസ് ഇസ് ദ കേസ് ഓഫ് ആൻ എൻമോസ്. അപ്പോൾ ഇവിടെ എന്താണ്? എൻമോസിന്റെ സ്വിച്ച് എന്ന് പറയുന്ന ആ ബിഹേവിയർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടൈപ്പ് ഇംപ്ലിമെന്റേഷനെയാണ് എന്ത് പറയുന്നത്? പാസ് ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്നത്. അത് ഇപ്പുറത്തെ വാല്യൂവിനെ, ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂവിനെ റൈറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യുന്നു വിത്ത് ദ യൂസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. അതുകൊണ്ടാണ് അതിനെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്നത്. ഇനി ഇതേ ഫംഗ്ഷൻ ഒരു പിമോസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? പിമോസിന്റെ ഡിഫറൻസ് എന്താണ്? ബബിൾ ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇതിനെ ബി ബാർ എന്നാണ് നമ്മൾ പറയാം അല്ലേ? അത് ബി ബാർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അപ്പോൾ വൈ, ഇപ്പുറത്തെ സൈഡിലുള്ള ഫംഗ്ഷൻ വൈ ആണ് അല്ലേ? ഈ പിമോസ് എപ്പോഴാണ് ഓൺ ആവുക? പിമോസ് ഓൺ ആവുക വെൻ ബി ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ വൈ ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ, വൈ ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈക്വൽ ടു 0. ബി ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ബി ബാർ 1 ആവുക. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ എ എന്ന് പറയുന്ന സിഗ്നൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, ഈ ബി ബാർ എന്ന് പറയുന്നത് 1 ആവുമ്പോഴാണ്, അതായത് ബി എന്ന് പറയുന്ന 0 ആവുമ്പോഴാണ് ഈ എ എന്ന് പറയുന്ന സിഗ്നൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, പാസ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ വൈ ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈക്വൽ ടു 0. ഇതാണ് പിമോസിന്റെ കേസിൽ വരിക. ഇവിടെ ബി ബാർ എന്ന് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിമോസ് ഓൺ ആവുക വെൻ 0 ഇൻപുട്ട് ആവുമ്പോഴാണ്. ഓക്കെ അല്ലേ? സോ നൗ we'll see how different functions can be implemented using this pass transistor logic. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we'll see how a 2-input AND gate can be implemented by using pass transistor logic. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ എൻമോസുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, പിമോസുകൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എൻമോസ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, 2-input AND ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്? എയും ബിയും ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ വൈ എന്ന് വിളിച്ചോ. അപ്പോൾ A0 B0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, A0 B1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, A1 B0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, A1 B1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. This is the truth table for an AND gate. Okay, fine. So we are implementing this function.
അപ്പോൾ ഇവിടെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സൈഡിലാണ് കിട്ടുക. ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഇവിടെ എന്താണോ സിഗ്നൽ ഉള്ള ഇവിടുത്തെ സിഗ്നൽ, ഇവിടെയുള്ള ഇൻപുട്ട് സിഗ്നൽ ഇൻറ്റു ഈ ഗേറ്റിലുള്ള സിഗ്നൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു a ഡോട്ട് b ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? ഇൻപുട്ടിലുള്ള സിഗ്നൽ ഡോട്ട് ഗേറ്റിലുള്ള സിഗ്നൽ ആണ്. അപ്പോൾ ഇൻപുട്ടിലുള്ള സിഗ്നൽ നമ്മൾ a കൊടുക്കുന്നു, ഈ ഗേറ്റിലുള്ള സിഗ്നൽ b കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഫംഗ്ഷൻ കിട്ടും? a ഡോട്ട് b കിട്ടും. അങ്ങനെയാണ് പാസ് ട്രാൻസിസ്റ്ററിന്റെ. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിലുള്ള ഫംഗ്ഷൻ എന്താണോ അത് ഡോട്ട് ഇവിടുത്തെ സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുക. എൻമോസിന്റെ കേസിൽ ഇഫ് ആൻഡ് ദിസ് ഈസ് വാലിഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് b ഈക്വൽ ടു 1. എൻമോസ് ഓൺ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ വാലിഡ് ആവുള്ളൂ, ഓഫ് ആണെങ്കിൽ വാലിഡ് ആവില്ല. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് വെദർ ദിസ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈ. ഈ ഒരു ഒറ്റ ട്രാൻസിസ്റ്റർ കൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ലാസ്റ്റ് കേസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് കേസ് ചെക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് a is 1 and b is 1. b 1 ആകുമ്പോൾ we know that this transistor is on and here a is 1. So transistor on a 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? We'll be getting a 1. So this condition is okay. ഓക്കെ, ഇനി ഞാൻ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഈ രണ്ടാമത്തെ കണ്ടീഷൻ ആണ്. വി ക്യാൻ യൂസ് എ ഡിഫറെന്റ് കളർ. ഓക്കെ, ആ കണ്ടീഷനിൽ എന്താണ്? a 0 ആണ്, b is again 1. b is again 1 ആകുമ്പം ഈ സ്വിച്ച് ഓൺ ആണ്. സോ എന്റെ വാല്യൂ എന്താണ്? 0. ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ റൈറ്റ് സൈഡ്. സോ 0 1 ആകുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് 0 ആണ്. ദിസ് കണ്ടീഷൻ ഇസ് ഓൾസോ ഓക്കെ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് b is having a value of 0. When b is having a value of 0, this transistor will be in off condition. ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ ഈ സൈഡിലുള്ള ഇടത് ഭാഗത്തുള്ള ഒരു സിഗ്നലിനും വലത് ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നില്ല. സോ ആൻഡ് ഗേറ്റിന്റെ എല്ലാ കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ട് കണ്ടീഷനിൽ അത് അൺഡിഫൈൻഡ് സ്റ്റേറ്റിലാണുള്ളത്, ഒരു അൺനോൺ സ്റ്റേറ്റിലാണുള്ളത്, അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ എങ്ങനെ ഈ ഡിസൈൻ നമുക്ക് മോഡിഫൈ ചെയ്യാം? പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ എല്ലാ കണ്ടീഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഇതിൽ എക്സ്ട്രാ ചെയ്യുക? അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്നുകൂടി എഴുതുന്നു. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് വെച്ചാൽ എയും ബിയും ഇൻപുട്ട്, y ഔട്ട്പുട്ട് ആണെങ്കിൽ 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 0, 1 1 ആണെങ്കിൽ 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക. ട്രൂത്ത് ടേബിൾ ചെക്ക് ചെയ്തിട്ട് b ഈക്വൽ ടു 1 കണ്ടീഷൻ നോക്കുക. നിങ്ങൾ b ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാണ്? b ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഇതാണ് ഒരു കണ്ടീഷൻ ആൻഡ് ഇതാണ് അടുത്ത കണ്ടീഷൻ. b ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ ആവുമ്പോൾ എന്താണ് y-ൽ ഔട്ട്പുട്ട് കിട്ടുന്നത്? വാട്ട് എവർ ഈസ് അറ്റ് a-ൽ 0 ആണ്, അപ്പൊ y-ൽ 0, a-ൽ 1 ആണ്, അപ്പൊ y-ലും എന്താണ്? 1 ആണ്. സോ വി ക്യാൻ സേ when b ഈക്വൽ ടു 0 y ഈക്വൽ ടു a എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? b ഈക്വൽ ടു 1 ആവുമ്പോൾ b ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? b ഈക്വൽ ടു 1 ആവുമ്പോൾ വാട്ട് എവർ സെറ്റ് ദി a, അതായത് a-ൽ 0 ആകുമ്പോൾ y-യും 0, a-ൽ 1 ആകുമ്പോൾ y 1. സോ y ഈക്വൽ ടു a ആണ്. ഇനി അടുത്ത കേസ് നോക്ക്. b 0 ആവുന്ന കേസിൽ എന്താണ് കിട്ടുന്നത്? വി ക്യാൻ ചെക്ക്. b 0 ആവുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത്? b 0 ആവുന്ന കേസിൽ ഔട്ട്പുട്ടിൽ എന്താ നമുക്ക് കിട്ടുന്നത്? വാട്ട് എവർ ബി ദി ഇൻപുട്ട്, a 0 ആണ്, അപ്പൊ y 0, a 1 ആണ്, എന്നാലും y 1 ആണോ? അല്ല, y 0. അപ്പൊ നമുക്ക് എന്തെഴുതാം? b ഈക്വൽ ടു 0 കേസിൽ y ഈക്വൽ ടു 0 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഈ കണ്ടീഷനിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു a ഡോട്ട് b എന്ന് എഴുതാം. ഈ കണ്ടീഷനിൽ നമുക്ക് എന്തെഴുതാം? y ഈക്വൽ ടു a ഡോട്ട് b എന്ന് എഴുതാം. ഇനി ഈ കണ്ടീഷനിൽ നമുക്ക് എന്തെഴുതാം? y ഈക്വൽ ടു b ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനാണ്. അപ്പൊ b ബാർ ഡോട്ട് 0 എന്താ എഴുതുക? b ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ b ബാർ എന്നല്ലേ നമ്മൾ എഴുതുക? b ബാർ ഡോട്ട് 0. b ബാർ ഡോട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താ?
സീറോ തന്നെ. ഇൻ ഇഫക്റ്റ് ആരെ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? എ ഡോട്ട് ബിനെ മാത്രമാണ്. പക്ഷെ ആ ഒരു രണ്ട് അൺഡിഫൈൻഡ് സ്റ്റേറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും പാരലലി കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് എങ്ങനെയാണ് വരിക? ഇതിന്റെ ഫിഗർ എങ്ങനെയാ വരിക? ഒന്നാമത്തേല് ഇവിടെ എ കൊടുക്കുന്നത്, ഇവിടെ ബി ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താണ്? ഇവിടെ ബി ആണ് നമ്മൾ കൺട്രോളിങ് ഇൻപുട്ട് ആയിട്ട് വേണ്ടത്. ഈ ബി എന്ന് പറയുന്ന ആൾ എന്താണ്? കൺട്രോളിങ് ഇൻപുട്ട് ആണ്. ആ ബി എന്ന് പറയുന്ന ഇൻപുട്ട് ആണ് ഗേറ്റിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്. അപ്പൊ കൺട്രോളിങ് ഇൻപുട്ട് ആയിട്ട്, അതായത് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് ഈ ബി ആണ് വേണ്ടത് രണ്ടിന്റെ കേസിലും. അപ്പൊ ഇവിടെ ബി ആണ്, ഇവിടെ എന്താണ്? ബി ബാർ ആണ് വരിക. അപ്പൊ ബി ബാർ ആവുന്ന കേസിൽ നിന്ന് അപ്പൊ y ഈക്വൽ ടു എ ഡോട്ട് ബി ഇവിടെ വരും, ഇവിടെ y ഈക്വൽ ടു എ ഡോട്ട് ബി വരും. ഈ താഴത്തെ കേസിൽ എന്താണ് വരിക? y ഈക്വൽ ടു ബി ബാർ ഡോട്ട് സീറോ ആണ് വേണ്ടത്. അപ്പൊ ബി ബാർ ഇവിടെ ഉണ്ട്, ഇവിടെ സീറോ കൊടുക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? y ഈക്വൽ ടു ബി ബാർ ഡോട്ട് സീറോ എന്ന് കിട്ടും. അപ്പൊ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? എ ബി പ്ലസ് ബി ബാർ ഡോട്ട് സീറോ വിച്ച് ഇസ് സെയിം ആസ് എ ബി. ഓക്കെ, അപ്പോൾ എ ബി പ്ലസ് ബി ബാർ ഡോട്ട് സീറോ എന്നാവും. അപ്പൊ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. ഇനി ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 0 0 കൊടുക്കുന്നത്. 0 0 കൊടുക്കുമ്പം ഇയാൾ ഓഫ് ആയിരിക്കും. 0 0 കൊടുക്കുമ്പം ഇയാൾ ഓഫാണ് അല്ലെ? 0 0 കൊടുക്കുമ്പോൾ ഇയാൾ ഓഫാണ്. പക്ഷെ ഇവിടെ ഇയാൾ ഓൺ ആവും, കാരണം ബി ബാർ ആണ് സീറോ. അപ്പൊ ബി ആണ് സീറോ, അപ്പൊ ബി ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇയാൾ ഓൺ ആവും. ഇയാൾ ഓൺ ആവുന്ന സമയത്ത് സീറോ ഔട്ട്പുട്ടിലേക്ക് വരും. സീറോ ഔട്ട്പുട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി 0 1 ആണ് ഇൻപുട്ട് എങ്കിൽ എന്ത് സംഭവിക്കും? 0 1 ആണെങ്കിൽ ഇയാൾ ഓഫ് ആണ്, ഇയാൾ ഓൺ ആവും. അപ്പൊ ഈ സീറോ, എന്റെ സീറോ ഔട്ട്പുട്ടിലേക്ക് വരും, വന്നിട്ടുണ്ട്. ഇനി അടുത്ത 1 0 ആണ്. 1 0 ആവുമ്പം ഇയാള് ഓഫ് ആവും. ബി എന്ന് പറയുന്നത് സീറോ ആണ്, അപ്പൊ ഇയാൾ ഓഫ് ആവും, ഇയാൾ ഓൺ ആവും. അപ്പൊ എന്താണ് വരിക? എയിലെ 1 ആണ് ഇപ്പോഴ്. 1 എന്ന് പറയുന്നത് ഇത് ഇതല്ലേ? ആ, ബി ബാർ ഇത് അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ സീറോ ആണ് വരുന്നത്. ഇവിടെ എന്ത് ഇതാണെങ്കിലും ഇത് സെലക്ട് ആയാൽ എപ്പോഴും ഔട്ട്പുട്ടിലേക്ക് എന്താണ് കിട്ടുക? എപ്പോഴും ഔട്ട്പുട്ടിലേക്ക് സീറോ തന്നെയാണ് കിട്ടുക. അപ്പൊ ഔട്ട്പുട്ടിൽ സീറോ കിട്ടും. ഇനി രണ്ടും 1 1 ആയാൽ എന്ത് സംഭവിക്കും? ഈ പാത്താണ് ഓൺ ആവുക, ഇത് ഓഫ് ആയിരിക്കും. അപ്പൊ ഈ എയിലുള്ള 1 ഔട്ട്പുട്ടിലേക്ക് കിട്ടും. സോ ഓൾ ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എ ഡോട്ട് ബി പ്ലസ് അടുത്ത പാത്ത് എന്താണ്? ബി ബാർ ഡോട്ട് സീറോ ആണ്. എ ഡോട്ട് ബി പ്ലസ് ബി ബാർ ഡോട്ട് സീറോ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഡോട്ട് ബി പ്ലസ് ബി ബാർ ഡോട്ട് ബി എന്ന് എഴുതാം. ബി ബാർ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? സീറോ ആണ്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ വരിക? ഇവിടെ എ, ഇവിടെ ബി. കൺട്രോളിങ് ഇൻപുട്ട് എപ്പോഴും ബി ആയിരിക്കണം കേട്ടാ. ഇവിടെ ബി ബാർ, ഇവിടെ ബി ആയിരിക്കും. ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് y കിട്ടുക. സോ ഇങ്ങനെയാണ് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് 2 ഇൻപുട്ട് ഓർ ഗേറ്റ് എങ്ങനെയാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എയും ബിയും ഇൻപുട്സ് ആണ്, y ഔട്ട്പുട്ടിന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓർ ഗേറ്റ് എങ്ങനെയാണ്? 0 0 ആകുമ്പം ഔട്ട്പുട്ട് 0, 0 1 ആകുമ്പം ഔട്ട്പുട്ട് 1, 1 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, 1 1 ആകുമ്പം ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മെത്തേഡിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡിൽ എങ്ങനെയാണ്? ബി ആണ് കൺട്രോളിങ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. കാരണം ബിന് 2 കണ്ടീഷൻ അതിനനുസരിച്ച് വരച്ചാൽ മതി. ബി കൺട്രോളിങ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ വരക്കുന്നത്. എ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഈ മെത്തേഡിൽ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. അപ്പൊ ബി കൺട്രോളിങ് എലിമെന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബി സീറോ ആവുന്ന കേസ് നോക്കുക. ബി സീറോ ആവുന്ന കേസ് ഇത് രണ്ടുമാണ്. ബി സീറോ ആവുന്ന കേസിൽ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? എ എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വരുവാണ് ചെയ്യുന്നത്. എ എന്താണോ അത് അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ അത് എഴുതുക? ബി ഈക്വൽ ടു സീറോ, ദെൻ y ഈക്വൽ ടു എ ആണ്. ഇനി ബി ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി ഈക്വൽ ടു 1 ആവുമ്പോൾ
എന്താണ് ഔട്ട്പുട്ടിൽ വരുന്നത്? എപ്പോഴും 1 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ B ഈക്വൽ ടു 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എപ്പോഴും എന്താണ്? 1 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആയിട്ട് എഴുതുക? Y ഈക്വൽ ടു A ഡോട്ട് B ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക? B ബാർ. ഇവിടെ എന്താ എഴുതുക? Y ഈക്വൽ ടു B ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ B എന്ന് എഴുതുക. B ഡോട്ട് 1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? അപ്പോൾ y ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പാരലലി കണക്ട് ചെയ്താലാണ് ഈ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? എ ബി ബാർ പ്ലസ് ബി ഡോട്ട് 1. അല്ലെങ്കിൽ ഇത് ഇൻ ഇഫക്റ്റ് എന്താണ്? എ ബി ബാർ പ്ലസ് ബി. എ ബി ബാർ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണെന്നൊരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഓർ ഫംഗ്ഷൻ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു എ ബി ബാർ പ്ലസ് ബി ഡോട്ട് 1. അപ്പോൾ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ട്രാൻസിസ്റ്റർ എടുക്കുന്നു, രണ്ടെണ്ണം പാരലലായി കണക്ട് ചെയ്യണം. കൺട്രോളിങ് ഇൻപുട്ട് ആരാണ്? ബി ആണ്. ഒരു സ്ഥലത്ത് ബിയും മറ്റേ സ്ഥലത്ത് ബി ബാറും വരും. അപ്പം മേലെ ബി ബാർ വരച്ചു, ഇവിടെ എന്താ? എ ഇൻപുട്ട് ആയി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? എ ബി ബാർ കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കൺട്രോളിങ് ഇൻപുട്ട് അതിന്റെ കോംപ്ലിമെന്റ് ബി ആണ്. എന്തുകൊണ്ടാണ് കോംപ്ലിമെന്റ് വരുന്നത്? അവിടെ ആ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന സമയത്ത് വേറൊരു പാത്ത് വേണം. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് കോംപ്ലിമെന്റ് ആയി വരുന്നത്. ഇത് ഓഫ് ആവുന്ന സമയത്ത് ഇയാൾ ഓൺ ആവണം. അപ്പൊ ബി ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ബി ഡോട്ട് 1 ആണ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് y ഈക്വൽ ടു എ പ്ലസ് ബി ഇംപ്ലിമെന്റ് ആവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിന് പകരം ബി ഡോട്ട് 1 പകരം ഇങ്ങനെയും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. y ഈക്വൽ ടു എ ബി ബാർ പ്ലസ് ബി ഡോട്ട് ബി എന്ന് എഴുതാം. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാലും എന്താ? ബി തന്നെയാണ്. അങ്ങനെയും വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ? ഇവിടെ എ, ഇവിടെ ബി ബാർ, കൺട്രോളിങ് ഇൻപുട്ട് ബി വരും, ഇവിടെ ബി വരും. ഇത് രണ്ടും കൂടി ഇങ്ങനെയും എഴുതാം. എന്തുകൊണ്ടാ ബി ഡോട്ട് ബി എന്ന് എഴുതിയത്? നമുക്ക് ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് അറിയാം ബി ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്താണ് ഔട്ട്പുട്ടിൽ വരുന്നത്? ബിന്റെ വാല്യൂ ആണ്. ഈ 1 എന്ന് പറയുന്ന ഇന്റേൺ ആരുടെ വാല്യൂ ആണ്? ബിന്റെ വാല്യൂ ആണ്. അപ്പൊ ബി ഡോട്ട് ബി എന്ന് എഴുതിയാൽ മതി. ബിന്റെ വാല്യൂ തന്നെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഈ ലോജിക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേ ലോജിക് വെച്ചിട്ട് നിങ്ങൾ നോർ ഗേറ്റും നാൻ ഗേറ്റും വരക്കാൻ വേണ്ടി നോക്കുക. അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ 2 ഇൻപുട്ട് XOR ഗേറ്റ് ആണ്. അപ്പോൾ 2 ഇൻപുട്ട് XOR ഗേറ്റിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. y ഈക്വൽ ടു എ XOR ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. അപ്പോൾ എ ബി ബാർ പ്ലസ് എ ബാർ ബി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കുക. ഇവിടെ എ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ബി ബാർ വരും. അപ്പോഴല്ലേ ഈ സ്ഥലത്ത് എ ബി ബാർ വരുക. ഇനി എന്താ? പ്ലസ് ആണ്. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അടുത്തത് എന്താ വേണ്ടത്? എ ബാർ. ഇവിടെ എന്താ വേണ്ടത്? എ ബാർ ആണ് വേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്? ബി ആണ് വേണ്ടത്. രണ്ടും കൂടി പാരലലായി കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? XOR ഗേറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കലി ഈ റൈറ്റ് സൈഡിൽ കിട്ടും എന്താണ്? ഇൻപുട്ട് ഇൻടു ഗേറ്റിലുള്ള വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എന്താ വേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇതേ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? XNOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആദ്യം എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് ഇൻപുട്ട് സൈഡിൽ എന്താണ് കൊടുക്കേണ്ടത്, കൺട്രോൾ ഇൻപുട്ടായി ഗേറ്റിലേക്ക് ഇൻപുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുക ഗേറ്റിലെ ഇൻപുട്ട് ഇൻടു ഗേറ്റ് ഇൻപുട്ട് ഇൻടു ഇൻപുട്ടാണ്. ഇപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻമോസും പിമോസിന്റെയും സ്വിച്ച് എന്ന് പറയുന്ന ആ ബിഹേവിയർ ആണ് നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു എൻമോസ് ആണ്. അപ്പോൾ എൻമോസിന്റെ ഗേറ്റിലേക്ക് VDD കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്താണോ
ലെഫ്റ്റ് സൈഡിലുള്ള സിഗ്നൽ അത് റൈറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആദ്യത്തെ കേസിൽ ഇൻപുട്ട് എന്ന് പറയുന്ന VDD ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഫുള്ളി അൺചാർജ്ഡ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻമോസിന്റെ കേസിൽ ഡ്രെയിൻ ഹയർ പൊട്ടൻഷ്യലിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സൈഡ് ആയിരിക്കും ഡ്രെയിന്, ഈ സൈഡ് സോഴ്സ് ആയിരിക്കും. സോ ഈ VDD എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇനി കപ്പാസിറ്റർ എത്ര വരെ ചാർജ് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് നോക്കാം. അപ്പൊ എൻമോസിന്റെ കേസിൽ എൻമോസ് ഓൺ ആവുന്ന കേസ് എന്ന് പറയുന്നത് VGS ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു VT0N ആണ്. അപ്പൊ VG മൈനസ് VS ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു VT0N ആണ്. VG എന്ന് പറയുന്ന ഗേറ്റിലുള്ള വോൾട്ടേജ് ആണ്. VDD മൈനസ് VS ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു VT0N ആണ്. അപ്പോൾ VS എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു VDD മൈനസ് VT0N. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ സോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെത്താൻ പറ്റുന്ന മിനിമം വോൾട്ടേജ് എത്രയാണ്, മാക്സിമം വോൾട്ടേജ് എത്രയാണ്, VDD മൈനസ് VT0N ആണ്. സോഴ്സിലേക്ക് എത്ര വോൾട്ടേജ് വരെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, VDD മൈനസ് VT0N വരെ. ഒരു എൻമോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോഴ്സിലേക്ക് എത്താൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്, VDD മൈനസ് VT0N ആണ്. സോ കംപ്ലീറ്റ് VDD അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ എൻമോസുകൾക്ക് വീക്ക് വൺസിനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കംപ്ലീറ്റ് വണ്ണിന് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ കപ്പാസിറ്റർ എവിടത്തെ വരെ മാത്രമേ അതിന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, VDD മൈനസ് VT0N വരെ. അപ്പോഴേക്ക് എന്താവും, ഈ എൻമോസ് ഓഫ് ആവും. ഇനി അടുത്ത കേസ്, ഗേറ്റിൽ VDD തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ എൻമോസ് ഓൺ ആവും. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ 0 ഇൻപുട്ട് കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. അപ്പോഴെന്താ സംഭവിക്കുക, കപ്പാസിറ്ററിന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ചാർജ് ഫ്ലോ ഉണ്ടാവുക, അത് കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതായത് അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തണം, അത് 0യിലേക്കാണ് എത്തേണ്ടത്. അതിന്റെ മീനിങ് എന്താ, ഈ കൊടുത്ത 0 എന്ന് പറയുന്ന വോൾട്ടേജ് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ ഇപ്പുറത്തേക്ക് എത്തണം. കംപ്ലീറ്റ് 0 പാസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എൻമോസിന്റെ കേസിൽ മാക്സിമം വോൾട്ടേജിന്റെ കേസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മിനിമം എത്ര വോൾട്ടേജ് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 കംപ്ലീറ്റ് ആയിട്ട് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ VDD എന്ത് ചെയ്യാൻ പറ്റും, അതിന് കംപ്ലീറ്റ് ആയിട്ട് VDD മൈനസ് VT0N ആണ് അതിന്റെ ഇനീഷ്യൽ ചാർജ്, അതിന് കംപ്ലീറ്റ് ആയിട്ട് 0 വരെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സോ സ്ട്രോങ് സീറോസിന് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, വീക്ക് വൺസിനെയാണ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി PMOSന്റെ കേസിലാണെങ്കിൽ PMOS ഓൺ ആവും എപ്പോഴാണ്, ഇൻപുട്ട് 0 കൊടുക്കുമ്പോഴാണ്. ഇനി ആദ്യത്തെ കേസിൽ നമ്മൾ ഇൻപുട്ട് VDD കൊടുക്കുന്നു. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ളി അൺചാർജ്ഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ PMOSന്റെ കേസിൽ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക സോഴ്സ് ആണ്, ഇവിടെയാണ് കൂടുതൽ പൊട്ടൻഷ്യൽ. സോ ദിസ് ഇസ് നെയിംഡ് ആസ് സോഴ്സ് ആൻഡ് ദിസ് വിൽ ബി ഡ്രെയിൻ. സോ കറന്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ചാർജസ് ദിസ് കപ്പാസിറ്റർ അപ് ടു എത്ര വരെ ചാർജ് ചെയ്യും നമുക്ക് നോക്കാം. PMOSന്റെ കേസിൽ ഓൺ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, ഇതാണ് ഓൺ ആവാനുള്ള കണ്ടീഷൻ, ദാറ്റ് ഇസ് VSGP ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു മോഡ് VT0P. മോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ VSGP എന്നാണ് നമ്മൾ എഴുതേണ്ടത്. VSGP ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു മോഡ് VT0P ആണ്. അപ്പോൾ എന്ത് കിട്ടും, VSGP എന്ന് പറഞ്ഞാൽ എന്താ, VS മൈനസ് VG ആണ്. VG എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ VSP ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു മോഡ് VT0P എന്ന് കിട്ടും. അതിന്റെ മീനിങ് എന്താണ്, ഈ സോഴ്സിലുള്ള വോൾട്ടേജ് ഏറ്റവും മിനിമം അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, VT0P ആണ്. അതിന് മേലെ ഏത് വോൾട്ടേജ് വന്നാലും ഫുള്ളി അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന VT0P ആണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴെന്താണ് കണ്ടീഷൻ, VDD ആണ്. അപ്പൊ ആ VDD എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ മോഡ് VT0P ആണ്. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ദ കംപ്ലീറ്റ് VDD ടു ദ റൈറ്റ് സൈഡ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഗേറ്റ് 0 തന്നെയാണ്, PMOS ആണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിട്ട് ഇരിക്കുവാണ് VDDയിൽ. ഇനി ഈ സൈഡിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് 0 കൊടുക്കുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ഉള്ള സൈഡാണ് സോഴ്സ്. സോ ദിസ് ഇസ് നെയിംഡ് ആസ് സോഴ്സ് ആൻഡ് ദിസ് ഇസ് ഡ്രെയിൻ. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലെ.
ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ഇഫക്റ്റ് അതിന്റെ മീനിങ് എന്താണ്? ഇപ്പുറത്തുള്ള വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് എത്തണം, ഈ സീറോ വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് എത്തണം എന്നാണ്. അതായത് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ വോൾട്ടേജ് ഉള്ളത് അത് ഇപ്പുറത്തേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ PMOS എന്ന് പറയുന്നത് അത് സീറോ എന്ന് പറയുന്ന വാല്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മിനിമം വോൾട്ടേജ് എത്രയാണ്? VT0P ആണ്. അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് VT0P ആണ്. സോ അത് VT0P എത്തിക്കഴിഞ്ഞാൽ അത് ഓഫ് ആവും. സോ കംപ്ലീറ്റ് സീറോന് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. സോ ഇതാണ് PMOSന്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ VDDന്ന് VT0P എത്തുമ്പോഴേക്ക്, അതായത് മോഡ് VT0P എത്തുമ്പോഴേക്ക് ഇത് എന്ത് ചെയ്യും? PMOS ഓഫ് ആയി പോകും. അപ്പോൾ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് നമ്മൾ ഈ പാസ് ട്രാൻസിസ്റ്റർ ലോജിക്ക് വരക്കുമ്പോഴെങ്ങനെയാണ് വരിക? ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു മുന്നേയുള്ള വീഡിയോയിൽ എങ്ങനെയാണ് വരക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ എന്ത് വരക്കുക? AB + 0 × B ബാർ, അല്ലെങ്കിൽ AB + B ബാറും വരക്കാം, സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ആൻഡ് ഗേറ്റിന്റെ നൊട്ടേഷൻ വരിക. പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ ഹിയർ വി ആർ യൂസിങ് ഓൺലി 2 NMOS ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, വെറസ് നമ്മൾ CMOS സ്ട്രക്ചർ പഠിച്ചിരുന്നു. ആ CMOS സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹിയർ യു ക്യാൻ സി CMOS സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഈ ഫംഗ്ഷൻ ഈ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? A.B ബാർ ആണ്, അതായത് നാൻഡ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇൻവെർട്ടർ അതിന്റെ ഔട്ട്പുട്ടിൽ വെക്കുക, അപ്പോഴാണ് ആൻഡ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലേ? അപ്പൊ നമുക്ക് ആൻഡ് ഫംഗ്ഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നാൻഡ് ആണ്. എയും ബിയും സീരീസ് ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? A.B ബാർ ആണ്. അതിൽ നിന്ന് ആൻഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഇൻവെർട്ടറിലേക്ക് അത് കൊടുക്കണം. സോ വിൽ ബി ഗെറ്റിംഗ് A.B. സോ ടോട്ടൽ ഓഫ് 6 ട്രാൻസിസ്റ്റേഴ്സ് ആർ നീഡഡ്. 3 PMOS ആൻഡ് 3 NMOS ആർ നീഡഡ്. അപ്പൊ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. വേറെ പാസ് ട്രാൻസിസ്റ്ററിൽ അതെന്താണ്? 2 ട്രാൻസിസ്റ്റർ കൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ NMOSന്റെ കേസിൽ VDDനെ കംപ്ലീറ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് VDD - VT0N ആണ്. അതേപോലെ തന്നെ PMOSന്റെ കേസിൽ കംപ്ലീറ്റ് സീറോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മിനിമം മോഡ് VT0P ആണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിന്റെ ഡീമെറിറ്റ്.